എല്ലാവർക്കും ഓണാശംസകൾ. ഇന്നൊരു കുമ്പളങ്ങ ഓലനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുമ്പളങ്ങയാണ്. അപ്പം നമുക്കത് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ട് വരാം. ചെറിയൊരു പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നമുക്ക് ക്യൂബായിട്ട് നുറുക്കണം. കുമ്പളങ്ങ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ തൈമ്പാലുണ്ട്, ഇച്ചിരി പയർ വേണം, കല്ലുപ്പ് ഉപയോഗിക്കണത്. നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് കല്ലുപ്പാണ് പൊടിയുപ്പിനേക്കാളും. അല്പം സവോളയുണ്ട്. സവോള ഓപ്ഷനിലാണ് കേട്ടോ, ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്താൽ മതി. പച്ചമുളക്, ഇച്ചിരി കറിവേപ്പില. എന്നിട്ട് ആവശ്യമുള്ള നമുക്ക് വേണമെങ്കിൽ അത് രണ്ടാം പാലിൽ വേവിക്കാം, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇത് എല്ലാനും കൂടി ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കണം. തൈമ്പാൽ നമുക്ക് മാറ്റി വയ്ക്കണം. വെന്തതിന് ശേഷം നമുക്ക് തൈമ്പാൽ ഒഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ രണ്ടാം പാലിലാണ് ഇത് വേവിക്കുന്നത്. ഇതൊന്ന് വെള്ളം വറ്റി വരുമ്പോൾ നമുക്കിത് തൈമ്പാൽ ഒഴിക്കാം. അതിന് ശേഷം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇറക്കി വയ്ക്കാം. ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ആ രണ്ടാം പാലിലാണ് വേവിച്ചത്. ആ രണ്ടാം പാല് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൈമ്പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ, തിളയ്ക്കണ്ട, പതുക്കെ ഒന്ന് തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്യണം. ശേഷം പച്ച വെളിച്ചെണ്ണ മുകളിലേക്കൂടെ ഒഴിക്കുക. തീ ഓഫ് ചെയ്യാം. ജസ്റ്റ് ഇത് തള പതുക്കെ വരണുള്ളൂ. അപ്പോഴേക്കും തീ നമുക്ക് ഓഫ് ചെയ്യാം. ഇച്ചിരി എണ്ണ മുകളിലേക്കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഓണത്തിനൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയാണ് ഓലൻ കറി. നല്ല സ്വാദിഷ്ടമുള്ള ഓലൻ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.